ഷമേ, ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പോൾ താത്താമാരുടെ വിളയാട്ടമാണ്. ബാലാമണി താത്തയ്ക്ക് ശേഷം പുതിയൊരു താത്ത വന്നിരിക്കുകയാണ് ഗുരുവായൂർ അമ്പലത്തിൽ. ഈ താത്തമാരൊക്കെ എന്താ ഈ ഗുരുവായൂർ അമ്പലത്തിന് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത്? ബാലാമണി താത്തയുടെ ഇരട്ടത്താപ്പൊക്കെ നമ്മൾ തുറന്നു കാട്ടി താത്തയെ അടിച്ചൊതുക്കി ചാക്കി കെട്ടിയായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ താത്ത വന്നിരിക്കുകയാണ്, ഗുരുവായൂരപ്പൻ്റെ ഭക്തയാണെന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ പുതിയ താത്തയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആദ്യം അവർ പറയുന്ന പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഇത് എന്തായാലും കേൾക്കണോ. ഇത് ഓൾറെഡി എന്നോട് പറഞ്ഞ കഥ കുറച്ച് നേരത്തെ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. അപ്പൊ നിങ്ങളെയും കണ്ണ് നിറയൂ, അങ്ങനത്തെ ഒരു കഥയാണ്. സീരിയസ്ലി ഇത് തമാശക്ക് പറയല്ല. അപ്പൊ എല്ലാരും കേൾക്കുക. അല്ല, ഇവിടെ ജീവിത ഇതാണ് പറയും. എല്ലാ സീരിയസ്ലി പറഞ്ഞല്ലേ ശരിക്കും കഥ എന്ന് പറഞ്ഞാല് ഞാൻ ലാസ്റ്റ് ഇവിടെ ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് തൊഴാൻ വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോ ഒളിച്ചോടി പോണതിന്റെ മുന്നേ ഞാൻ ഇനി അങ്ങനെ വരാനൊന്നും പറ്റില്ലല്ലോ, നമ്മള് വേറൊരു മതത്തിക്കായി കഴിഞ്ഞാല്. അപ്പൊ ഞാൻ അമ്മോടും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ഒരു ടൈം. അപ്പൊ അമ്മോട് ഗുരുവായൂർ അമ്പലത്തിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ലീവ് എടുത്ത് അത് ഞാനും എന്റെ അമ്മയും കൂടിയിട്ട് ഗുരുവായൂർ അമ്പലത്തേക്ക് വന്നു. അങ്ങനെ വന്നതൊക്കെ എനിക്ക് ടെൻഷനാണ് മനസ്സിൽ. അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല, എന്റെ ഉള്ളിൽ ടെൻഷനാണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ അങ്ങനെ പലതും ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ വിങ്ങാന്ന് പറയാൻ പറ്റില്ല, കിടന്നിങ്ങനെ അട്ടിമറിയുന്നുണ്ടാവും. ആ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ച് ഞാൻ എപ്പോഴും എന്താണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ പറ്റാറില്ല വെച്ചാൽ വേഗം കണ്ട് തിരക്കാവൂല ആൾക്കാർ, ജസ്റ്റ് ഒന്ന് കണ്ടു പോവുക. ചില സമയത്ത് ശരിക്കും കാണാൻ പോലും ചെയ്തിട്ടുണ്ടാവില്ല, തൊഴുതിട്ട് വേഗം പോവുക ആൾക്കൂട്ടത്തിന്റെ ഇടയില്. അപ്പൊ ഞാൻ വിചാരിച്ച് എനിക്ക് സൈഡിൽ കൂടെ പോകും ചിലപ്പോ കാണാം. അപ്പൊ ഞാൻ വിചാരിച്ച് എനിക്ക് ഇപ്രാവശ്യം ശരിക്കും കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല, അല്ലെങ്കിൽ എന്നോട് ഗുരുവായൂരപ്പൻ ക്ഷമിച്ചിരിക്കണം. ഞാൻ അന്ന് ആ വിശ്വാസം ഹിന്ദുമത വിശ്വാസിയായിരുന്നു. അവർ പറയുന്നത് അവർ ഹിന്ദുമത വിശ്വാസിയായിരുന്നു. ഹിന്ദുമത വിശ്വാസിയായിട്ടുള്ള അവർ വിവാഹത്തിന് ശേഷം ഇസ്ലാം വിശ്വാസത്തിലേക്ക് ഇസ്ലാമായി മാറി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഹിന്ദുമത വിശ്വാസിയായിരുന്ന സമയത്തും അവർക്ക് ഈ ഗുരുവായൂർ അമ്പലത്തോട് ഒരു വലിയ ആരാധനയുണ്ടായിരുന്നു. ആരാധന ഉണ്ടായിരുന്ന സമയത്ത് അവർ നിരവധി തവണ അവിടെ വന്നിട്ടുണ്ട്. ആ വന്നപ്പോഴൊന്നും ഈ തിരക്ക് കാരണം അവർക്ക് കാണാൻ സാധിച്ചില്ല. അതായത് ഹിന്ദു ആയിരിക്കുമ്പോൾ പോലും അമ്പലത്തിനകത്ത് കയറാനായിട്ട് പറ്റിയിട്ടില്ല, കാണാൻ സാധിച്ചില്ല. അതിനുശേഷമാണ് ഇപ്പോൾ അവർ മറ്റൊരു വിശ്വാസത്തിലേക്ക് പോയി. എന്തെങ്കിലും അവർക്ക് ആ വിശ്വാസം ഹിന്ദുമതത്തിലായി ഗുരുവായൂരപ്പനിലെ വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. വളരെ സങ്കടകരമായ കഥ എന്നാണ് ആ വീഡിയോ എടുക്കുന്നയാൾ ആദ്യമേ ഒരു ഇൻട്രോ കൊടുക്കുന്നത്. നിങ്ങൾ ഭക്തിയിൽ ചാലിച്ച വലിയ സങ്കടകരമായിട്ടുള്ള കഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ധനുഷ് പറഞ്ഞ പോലെ ആദ്യം വേറൊരു ഇതിപ്പോ താത്ത നമ്പർ 2 താത്തമാരെ തട്ടിയിട്ട് അവിടെ നടപ്പന്തലിൽ നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് തോന്നുന്നത്. ഇന്നലെ ഒരു 354 കല്യാണമായി ഞായറാഴ്ച. ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണം നടന്ന ദിവസമാണ് ഞായറാഴ്ച. വലിയ അവിടെ ഹിന്ദുക്കൾക്ക് തന്നെ അവിടെ നിൽക്കാൻ സ്ഥലം കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ താത്തമാരെല്ലാം കൂടെ പോയി അവിടെ ചെന്ന് ഇവർക്ക് എന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ ഓരോ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. അന്ന് തന്നെ ധനുഷ് ഒരിക്കൽ ഈ ആദ്യത്തെ തവണ ആ താത്തയെക്കുറിച്ച് ബാലാമണി താത്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ ഒന്ന് ധനുഷിനെ തെറി വിളിച്ചു. അന്നേരം അതിനുശേഷം ഇപ്പോ എല്ലാവർക്കും മനസ്സിലായി അവരുടെ ഉടായിപ്പ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പൊ പുതിയ ആൾക്കാർ വരികയാണ്. ഇതൊരു കച്ചവടമാണ്, ഒരു കച്ചവട തന്ത്രം. ഇനി ഇവർ എന്തെങ്കിലും ഒരു സാധനം വിൽക്കാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ അതിന് വലിയൊരു പബ്ലിസിറ്റി അത് ഈ ഹിന്ദു സമൂഹം തന്നെയാണ് കൊടുക്കുന്നത്. ഹിന്ദു സമൂഹത്തിൽ വലിയൊരു കൂട്ടം മണ്ടന്മാരുണ്ട്. അവരിനിപ്പം വന്ന് നമ്മളെ കുറ്റം പറഞ്ഞാലും ശരിയുള്ള കാര്യം പറയാം, മണ്ടന്മാരേ ഉള്ളൂ എന്ന് ചില സമയത്ത്. കുറെ മണ്ടന്മാരുണ്ട്, കുറെ പൊട്ടന്മാർ. അവന്മാർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിശ്വരൂപത്തെ കാണുമ്പം അവരുടെ പുറകെ പോകും. എന്നിട്ട് അവരെ എടുത്ത് വലിയ സംഭവമാണെന്നും പറഞ്ഞ് കൊണ്ടു കിടക്കും. അവർക്ക് വലിയ പബ്ലിസിറ്റി കൊടുക്കും. എന്നാൽ ഈ പൊട്ടന്മാരെ അവർ ഉപയോഗിക്കുകയാണ്. എടാ മണ്ടന്മാരെ, നിന്റെ കയ്യിലേക്ക് ഇരിക്കുന്ന പൈസ നീ പോലും അറിയാതെ ഇറങ്ങി അവരുടെ പോക്കറ്റിൽ പോകുന്നുണ്ടെന്ന് ഈ പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല. അവന്മാർക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെ ഇപ്പൊ കുറെ പൊട്ടന്മാര് കണ്ണന്റെ ഭക്തമായിട്ടുള്ള താത്തയെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചോണ്ട് വരും. ഇനി ഫേസ്ബുക്ക് അതായിരിക്കും. അല്ല, എന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താ, ഇവർ ഇത്രയും വലിയ ഭക്തി, അചഞ്ചലമായിട്ടുള്ള ഭക്തി ഗുരുവായൂർ അപ്പനോട് ഉണ്ടെങ്കിൽ ഇവർ എന്തിനാ മതം മാറിയത്? അതെ, മറ്റേ താത്തയോട് ഞാൻ ചോദിച്ചത് വേറൊരു ചോദ്യമാണ്. അതായത് നിങ്ങൾക്ക് ഇത്രയും അചഞ്ചലമായ ഭക്തി ഗുരുവായൂരപ്പനോടുണ്ട്, ഗുരുവായൂരപ്പനെ കാണാതിരിക്കാൻ പറ്റുന്നില്ല, ഗുരുവായൂരപ്പന്റെ കൃപാ കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനുള്ള ആ ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളെ മദ്രസ അധ്യാപകൻ പീഡിപ്പിക്കുന്നു എന്നൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദു മതത്തിലേക്ക് വന്നൂടെ? ഇവിടെ അതിനെക്കാട്ടിലും ഫ്രീഡം ഉണ്ടല്ലോ. നിങ്ങൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല.
ഇപ്പൊ രണ്ടും എക്സ്ട്രീമിലി അങ്ങോട്ട് പോകും. ഒരാൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് ഭക്തി ഉണ്ടെന്ന് പറയുന്നു, ഒരാൾ അവിടെ നിന്നുകൊണ്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഭക്തിയാണെന്ന് പറയുന്നു പടം വിൽക്കാനായിട്ട്. അങ്ങനെയാണ്. നല്ലൊരു കച്ചവടമാണെന്നേ. ഒരു കച്ചവട തന്ത്രമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നാൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ഹിന്ദു ആരാധനാലയങ്ങളിലൊക്കെ തന്നെ പറയുന്ന മറ്റ് വിശ്വാസികളാണ്, മറ്റ് മതക്കാർക്കാണ് കച്ചവട സ്ഥാപനങ്ങളുള്ളത്. ഗുരുവായൂർ അന്വേഷിച്ചാൽ അറിയാം, എല്ലാ സ്ഥാപനങ്ങളും മറ്റുള്ളവരുടേതാണ്. ശബരിമല ഇത്തവണ മാറി. ഇത്തവണ 90% ഹൈന്ദവർ വൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. കച്ചവട ലേലത്തിൽ 90% കച്ചവട സ്ഥാപനങ്ങളും ഹൈന്ദവർ എടുത്തു കഴിഞ്ഞു എന്നാണ് ശബരിമലയിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ശബരിമലയിൽ വലിയൊരു, സത്യം പറഞ്ഞാൽ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇത്തവണ നടന്നത് എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് എനിക്ക് മുസ്ലിം മതവിഭാഗത്തോട് എന്തെങ്കിലും എതിർപ്പോ വെറുപ്പോ ഉള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. മറിച്ച് അവിടോട്ട് പോകുന്ന ഈ എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇവരുണ്ടല്ലോ, അവരാണ് ഈ യഥാർത്ഥ മുസ്ലിങ്ങൾക്ക് കൂടെ ഈ പഴി കേൾപ്പിക്കുന്നത്. ഇപ്പോ ശബരിമലയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു. ആ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉള്ള ഒരു കച്ചവടക്കാരൻ കച്ചവടം നടത്തുമ്പോൾ അവിടെ ശബരിമല അയ്യപ്പന്മാർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഭക്ഷണം തുറന്നു വെച്ചിരിക്കുന്നു. അത് ചോദ്യം ചെയ്തപ്പോൾ വേണമെങ്കിൽ തിന്നിട്ട് അടിച്ചു പോടാന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ പേരിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഒരു വാട്ടർമെലോനാണ് തണ്ണിമത്തൻ തുറന്നു വെച്ചിട്ട്, അപ്പൊ നീ വേണമെങ്കിൽ തിന്നിട്ട് പോടാന്നുള്ള രീതിയിലുണ്ട്. അവിടെ സ്വാമിമാരെ സ്വാമി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനത് പറഞ്ഞല്ലോ. ഈ യഥാർത്ഥ മുസ്ലിം വിശ്വാസികളുണ്ടല്ലോ, അവര് യഥാർത്ഥത്തിൽ നമ്മുടെ ശബരിമല അയ്യപ്പനായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ ഭീകരമായിട്ട് അവർ റെസ്പെക്ട് ചെയ്യുന്ന ടീമാണ്. അത് എനിക്ക് നേരിട്ടറിയാം. പക്ഷെ ഇതുപോലുള്ള എക്സ്ട്രീമിസ്റ്റുകൾ ഉണ്ടല്ലോ, ഫണ്ടമെന്റലിസ്റ്റുകൾ, അതിന്റെ ഇടയിൽ കയറിയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ. അവിടെ സ്വാമി പോലീസ് ഇപ്പൊ ACP ആണെങ്കിലും സാധാ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ACP നിൽക്കുന്ന ACP സ്വാമി എന്നാണ് വിളിക്കുന്നത്. അവർ തിരിച്ചു അങ്ങോട്ട് അവർ സെറ്റിലൂടെയും വിളിക്കുന്നത് അങ്ങനെ സ്വാമി ശരണം എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് എടാപോടാൻ എന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇരുമുടി കെട്ടി വന്ന ആളെ പോടാന്ന് പറയുന്നത്. ഇപ്പൊ ഈ പുതിയ ദാത്ത ഇവർക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയാം. ഇവർ കലാപം ഉണ്ടാക്കുന്നു. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതൊരു കലാപത്തിലേക്ക് കടക്കും. ഒന്നാമത് ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തിരക്കാണ് അവിടെ. ഗുരുവായൂർ അമ്പലത്തിൽ ഭയങ്കര തിരക്കാണ്. അടുക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കും നമ്മളിവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നാലും ഞാൻ രാവിലെ 3 മണിയാകുമ്പോൾ എഴുന്നേറ്റ് അവിടെ നിർമ്മാല്യം തൊഴാൻ പോകുമായിരുന്നു. 3 മണിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് എത്ര സമയം വേണമെങ്കിലും നമ്മൾ നിന്ന് പതുക്കെ 3 ഇതാണല്ലോ കയറിയിട്ടില്ലേ, 3 വാതിലാണ്. ഒരു വാതിലില് തല, ഒരു വാതിലില് നാഭി, ഒരു വാതിലില് ചരണകമലം, അതായത് കാൽപാദം, ഇതാണ് വരുന്നത്. 3 നമുക്ക് ഓടി നടന്ന് ഇഷ്ടംപോലെ രീതിയിൽ തൊഴാം, അവിടെ നടപ്പന്തലിൽ ഇരിക്കാം, അവിടെ ധ്യാനിക്കാം. ഒരുപാട് സ്ഥലം രാവിലെ 3 മണിക്ക് പോകണം. 3:30 ആകുമ്പോൾ നട തുറക്കും. നട തുറക്കുന്ന പടിഞ്ഞാറേ നടയിലൂടെ കയറിയിട്ട് പിന്നെ ഒരു ഓട്ടമാണ് നട തുറക്കുന്നതിന് മുമ്പേ. ആ ഓടിച്ചെന്ന് നട തുറക്കുമ്പോൾ നമ്മൾ ആ 3 കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇതാവും. ആറ്റുകാൽ അമ്പലത്തിലോ ആയിരുന്നാൽ തന്നെയും അവിടെ നമുക്ക് ഉത്സവമില്ലാത്ത സമയങ്ങളിൽ ഇരിക്കാം, ധ്യാനിക്കാം, അങ്ങനെ എന്ത് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് സംവദിക്കാനുള്ളൊരു അവസരമുണ്ട് അവിടെ ഡയറ്റിയായിട്ട്. പക്ഷെ ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്സവവും വേണ്ട, ഇതും വേണ്ട. സാധാരണ ദിവസമാണെങ്കിൽ പോലും ക്യൂ നടയും കവിഞ്ഞ് അതും കഴിഞ്ഞ് റോഡിൽ ഇങ്ങനെ നിൽക്കുന്നു. അത്ര രാവിലെ ഒരു 3 മണിക്കുള്ള വാകച്ചാർത്തോ അത് തൊഴാമെന്ന് വിചാരിച്ച് ഞാൻ ഒരിക്കൽ ഗുരുവായൂർ പോയിട്ട് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാര് രാത്രി 12 മണിക്ക് നടപ്പന്തലിൽ വിരിച്ച് കിടക്കുകയാണ് അവിടെ തൊഴാനായിട്ട്. അമ്മാതിരി തിരക്കാണ്. അത് ഭയങ്കര തിരക്കാണ്. ഞാൻ നമ്മുടെ അവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട്, ഗുരുവായൂർ വരെ ട്രെയിൻ ഉണ്ട്. ഗുരുവായൂർ ചെല്ലും, ഗുരുവായൂർ തൊഴുതിട്ട് തിരിച്ച് നമുക്ക് അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാൻ പറ്റുന്ന രീതിയിലാണ് എന്റെ സർവീസ്. അത് പോയ ഒരു കാരണവശാലും കാണാൻ പറ്റത്തില്ല. പാവപ്പെട്ട ഹിന്ദുക്കൾ അവിടെ വന്ന് ക്യൂ നിന്ന് തൊഴാൻ നിൽക്കുമ്പോഴാണ് ഒരു താത്ത ഡയറക്റ്റ് ആയിട്ട് ക്യൂ ഒന്നും നിൽക്കാതെ ഗുരുവായൂരപ്പന്റെ അടുത്തോട്ട് ചെല്ലുമ്പോ ഈ ബാലാമണി താത്ത തന്ത്രി ഇറങ്ങി ഇങ്ങ് വരും. തന്ത്രി ഇറങ്ങി വരും താത്തയുടെ അടുത്ത്. അതാണ് എന്തൊരു വിരോധാഭാസമാണ്. അതാണ് എനിക്ക് ഏറ്റവും വിഷമം വന്ന ഒരു വിഷയം. അതാണ് എന്തൊരു വിരോധാഭാസമാണ്. അതെ, എത്രയോ സ്ത്രീകളാണെന്നറിയാമോ പോയി നിന്ന്. എന്റെ അമ്മയൊക്കെ പോയിട്ട് അവിടെ ചെന്ന് നിന്ന് കാണാൻ പറ്റാഞ്ഞിട്ട് പിറ്റേ ദിവസമൊക്കെയാണ് എന്റെ അമ്മ പോയിട്ട് തിരിച്ചു വരുന്നത്. അപ്പൊ അവിടെ കാണാൻ പറ്റില്ല, തിരക്കല്ലേ. അപ്പൊ പിന്നെ നമുക്ക് അവരാരെയും സ്വാധീനിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ വിളിച്ച് പറഞ്ഞാൽ പിന്നെ ചാനൽ റിപ്പോർട്ടറാണ് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞാൽ അവിടുത്തെ ദിവസത്തിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നമുക്ക് കയറ്റി വിടാം. എന്നാലും നമ്മൾ ചെയ്യുന്ന ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ അങ്ങനെ പറഞ്ഞെന്നറിഞ്ഞാൽ തന്നെ അമ്മ പോകത്തില്ല. അവർക്ക് അതൊരു വിശ്വാസമാണ്, അവർക്ക് ക്യൂ നിന്നൊക്കെ കണ്ടാൽ മതി. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ സുഖം കിട്ടും. അതാണ് നമ്മളവിടെ വിളിച്ച് പറഞ്ഞിട്ട് കയറ്റി വിടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോടാന്ന് പറയേണ്ട അടുത്ത് നീന്റെ കാര്യം നോക്കാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള കുറെ പാവങ്ങൾ അവിടെ ചെന്ന് ഇന്ന് ഈ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ ഇവിടെ ചേടാ നീ പിന്നെ ധനുഷ് പറഞ്ഞതുപോലെ തന്ത്രി ഇപ്പുറത്തോപ്പെടും. തന്ത്രി അവിടുന്ന് ഈ പ്രതിഷ്ഠ എടുത്തോണ്ട് വരുമെന്നാ താത്ത വന്നത്. താത്ത ഇല്ല, ഇനിയിപ്പോ താത്ത അങ്ങോട്ട് വരണ്ട, ഞാൻ പ്രതിഷ്ഠ എടുത്ത് അങ്ങോട്ട് കൊണ്ട് ചെല്ലാന്ന് പറയുന്ന രീതിയിലാണ്
ഇപ്പൊ മാറി സംഭവമൊക്കെ, ഇപ്പം മാറി. ഒതുക്കി. ഇനിയിപ്പോ താത്ത വരില്ല. ഇനി താത്ത 2-3 വീഡിയോസ് ഒക്കെ ഇറക്കി. ഒരു വീഡിയോയില് പറഞ്ഞു ഹിന്ദുക്കളൊക്കെ ഞാനാണ് വിളക്ക് എത്തിക്കാൻ അവസരം കൊടുക്കുന്നത്. വേറൊരു വീഡിയോയില് പറഞ്ഞു ഇനി ഞാൻ രണ്ട് തവണയെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഒന്ന് വിഷുവിനും ഒന്ന് ശ്രീകൃഷ്ണാഷ്ടമിക്കും വരത്തുള്ളൂ എന്ന് പറയുന്നു. ഇപ്പൊ പറയുന്നു ഞാൻ വരുന്നേ ഇല്ല എന്ന് പറയുന്നു. വരണ്ട, അവിടെ തന്നെ നിൽക്കട്ടെ. അതെ അതെ, അവര് വേറൊരു താത്ത അടുത്ത ആൾ ചാടി വന്നിരിക്കുന്നു. ഒരെണ്ണം പോയല്ലോ എന്നുള്ള സന്തോഷം തിരിപ്പിക്കുന്നതാ നിൽക്കുന്നത്. വേറൊരു നടപ്പന്തിലിരിക്കുന്നത്. എന്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നത്. അതായത് അദ്ദേഹം എനിക്ക് അയച്ചു തന്നത്. അദ്ദേഹം പറഞ്ഞ കാര്യം അത് ശരിയാണെങ്കിൽ ഇവരും ഇവരുടെ ഭർത്താവും അവിടെ ഇപ്പൊ ഫുൾ ടൈം ഉണ്ടെന്നാണ് പറയുന്നത്. എന്നോട് വിളിച്ചു പറഞ്ഞ ആള് പറയുന്നത്. അപ്പൊ എന്റെ ഒരു സുഹൃത്തല്ലേ എനിക്ക് ഈ വാർത്ത കണ്ട് പരിചയപ്പെട്ട ഒരാള് എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ട് ഇങ്ങനെ സംസാരിച്ചു. അതാണ് നമുക്ക് ഈ വിഷയം എടുക്കണമെന്ന് വിചാരിച്ചത്. എന്തായാലും നാട്ടുകാരെ അറിഞ്ഞിരിക്കട്ടെ. എന്തായാലും ഇവരുടെ പറയുന്ന വെച്ചാൽ ഈ പിന്നെ ബഹുദൈവ വിശ്വാസികളല്ലല്ലോ അവർ. പിന്നെ ഇവർ ഈ കാണിക്കുമ്പോൾ അവരത് അംഗീകരിക്കില്ല. അവർക്ക് ഇതിനോട്, അതായത് ആ ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള നല്ല മനുഷ്യർക്ക് ഇവരോട് നല്ല ദേഷ്യമുണ്ട്. കാര്യം അവർക്ക് ബഹുദൈവ വിശ്വാസികളല്ല. അവർ വിഗ്രഹാരാധനയെ എതിർക്കുന്നവരാണ്. അവർക്ക് അതിനോട് താല്പര്യമില്ലാത്തവരാണ്. അവരുടെ ഈ പറയുന്ന പോലെ അവരുടെ മതചിഹ്നമായിട്ടുള്ള ഈ തട്ടമിട്ടുകൊണ്ട് ചെന്ന് ഇത് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുമ്പോൾ അവർക്ക് ഇവരോട് താല്പര്യമില്ല. അതേസമയം കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഈ പറയുന്ന ഇത്തിരി തീവ്ര ചിന്താഗതിയുള്ളവന്മാര് സപ്പോർട്ട് ചെയ്യും. അവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അവന്മാര് പരസ്യമായി സപ്പോർട്ട് ചെയ്യത്തില്ല. പരസ്യമായി സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കള്ളക്കളി പുറത്താവും. അതുകൊണ്ട് അവന്മാർ എന്ത് ചെയ്യുന്നത്, രഹസ്യമായിട്ട് ഇതിന് പിന്തുണ കൊടുക്കും. അതായത് ഇത് കുളമാക്കണം. ഈ പറയുന്ന ആരാധനാ കേന്ദ്രം അത്രയധികം പിന്നെ ജനങ്ങൾ വന്ന് ഭക്തജനങ്ങൾ വരുന്ന ഒരു വിശ്വാസത്തെ പിടിച്ചു നിർത്തുന്ന ഒരു സാധനമാണല്ലോ. അതുകൊണ്ട് അത് നശിപ്പിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് അമൃതാനന്ദമയി മഠത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? വലിയ മതപരിവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അമൃതാനന്ദ മഠം അവിടെ ഉള്ളത് കൊണ്ടാണ് അത് തടയപ്പെട്ടത്. ആര്യ സമുദായത്തെ ഇല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഇവർ മതം മാറ്റി കളഞ്ഞേനെ. പൂർണ്ണമായിട്ട് മതം മാറ്റിയാണ് ആ തീരപ്രദേശത്തുള്ളത്. മഠം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ആര്യ സമുദായത്തിനെയും മതം മാറ്റാൻ പറ്റാഞ്ഞത്. അതുകൊണ്ടാണ് കടപ്പുറം സുധാമണി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. മഠം അവിടെ കിടക്കുന്നതാണ്. മഠത്തെ എങ്ങനെങ്കിലും തകർക്കണം. മഠത്തെ തകർക്കാനോട് ആരാ ശ്രമിക്കുന്നത്? ഡിവൈഎഫ്ഐ അവിടെ ശ്രമിക്കുന്നത്. മാക്സിമം അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡിവൈഎഫ്ഐക്കാരാ. അല്ലെങ്കിൽ അന്വേഷിച്ചു നോക്ക്. മഠത്തിനെതിരെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എങ്ങനെ മഠത്തെ തകർക്കണം? മഠത്തെ തകർത്ത് കഴിഞ്ഞാൽ മതപരിവർത്തനം നടത്താൻ പറ്റും. മഠം നിൽക്കുന്നിടത്തോളം, അമൃതാനന്ദമായി നിൽക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ സമ്മതിക്കില്ല. അതാണ് അതിന്റെ കാര്യം. ശരി.